എന്റെ നോക്ക് എന്താ എന്റെ ദേഹം നോക്ക്. ഇത് ദൂരാൻ പറ്റൂല. ഇത് മഞ്ഞപ്പള്ളിയാണല്ലോ. ദൂരാൻ പറ്റൂല. ഡ്രസ് ഇല്ലാത്ത ഡ്രസ് ഇട്ട് വെച്ചില്ല. എടാ എനിക്ക് ഫുട്ബോളിനെ പറ്റി ഏക്കും പോക്കും അറിയത്തില്ല. ഞാൻ ചുമ്മാ ക്യാരക്ടർ വൈസ് പറയണം. പരന്തുവാസ്തുവിനെ പറ്റി പറയണാണ്. ഈഗിൾ ഗെയിമിങ്ങിനെ പറ്റി അല്ലേ. ചുമ്മാ അതിന് ഫാൻ ഫൈറ്റ് ഒന്നും ആവല്ലേ. ചുമ്മാ പറയാണ്. ആ ബാബു എന്താണ് എന്തിന്? ഞാൻ വെറുതെ നോർമലി വന്നതുപോലെ വന്നതേ ഉള്ളൂ. എന്താണ് നീ എന്തൊക്കെ പാഴ്വാക്കുകൾ പറഞ്ഞിരിക്കുന്നു. 2022 തൊട്ട് നമ്മൾ തുടങ്ങിയതല്ലേ. ആ വാർത്ത ഒന്നും ഇപ്പഴേ ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. ഇത് വേറെ 2024 ഒരു ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് പറഞ്ഞ കേസാണ്. അതേതായിരുന്നു? എവിടെ? നമ്മള് കാറിൽ സംസാരിച്ചത് അല്ല കാറിലല്ല. സംസാരിച്ചത് എന്റെ ഓർമ്മയില് നമ്മുടെ മറ്റേ അപ്പുറത്തെ ഐലൻഡ് ഇല്ലേ, അവിടെ വെച്ച് സംസാരിച്ച കേസാണ്. ആണല്ലേ? ഈ രാജ്യത്തും കൂടിയല്ലേ ശ്രീരാഗമോ. എല്ലാരും ക്യാമ്പസിലോട്ട് പോയേ, ഞങ്ങൾ അങ്ങോട്ട് വരാം. ഈ വണ്ടി സർവീസ് ചെയ്ത് ഓടിച്ചാലും ഈ വണ്ടി തീട്ടമാണ്. അല്ല ഞാൻ ടിക്കറ്റ് എടുക്കും. എത്ര മേടിച്ച്? 120 കോടി. ചന്ദ്ര പമ്പിന്ന് എടുക്കുന്ന പൈസ നീ അന്നാ ഇത് കഴിഞ്ഞ ഇത്രയുള്ള കാശല്ല, ഇത് പച്ച കാശാ. ഇത് പമ്പിന്നും തൊട്ടുമില്ല. ഗ്യാങ് ഫണ്ടിൽ നിന്ന് എന്തെങ്കിലും നീ എടുത്ത് നീ ഇത് മേടിച്ചാ? ഗൈസ് ദയവ് ചെയ്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് നമ്മൾ നല്ല ആർട്ട് ചെയ്യാൻ പോലെ ചാനൽ ഞാൻ അറിയാതെ എന്റെ വായിന്ന് വീണ് പോയത്. ഫുട്ബോൾ കാര്യം ഒന്ന് വിട് ഗൈസ്. ഇത് ചില്ലായിട്ടിരുന്ന് കാണാം. നിങ്ങൾ സമാധാനത്തിൽ ഇരുന്ന് കാണാം. നീ എന്തിനു പറഞ്ഞു എന്റെ അടുത്ത്? അല്ല ഈ ഒരു കേസിൽ പൈസയുടെ കേസിൽ ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞ, പക്ഷെ മാറിയല്ലോ ഇപ്പൊ. എനിക്ക് നിന്റെ വിശ്വാസമാണ്. ഗ്യാങ് ഫണ്ട് എടുത്ത് ആര് ഒമ്പിച്ചാലും അവൻ പുഴുത്തി ആവത്തേ ഉള്ളൂ. അണ്ണ കൊറേ അപരാധികൾ പറയാം. അവർക്ക് അരി അത് പറയാൻ നടന്നവന്മാർ പറയും. ഇത് എന്റെ പഴയ സിറ്റിലുള്ള കാശാണ്. ഇത് ഇതിന് എഞ്ചിനില്ലേ? അണ്ണ എഞ്ചിനില്ല, എന്നെ ഊപിച്ചാ സിറ്റി. ഈ വണ്ടിയുടെ മാക്സിമം സ്പീഡ് ഇതാണോ? അണ്ണന്റെ ത്രാക്സ് ഇല്ലേ, അത് അണ്ണൻ നിർത്ത് ഓടിച്ചു നോക്കി ഇപ്പൊ ഒന്ന്. അല്ലല്ല അണ്ണ ചുമ്മാ നിർത്തി ചുമ്മാ ഓടിച്ചു നോക്കാൻ വേണ്ടി ത്രാക്സാ. ആ അത് 200 കോടിക്ക് ഒരു മണ്ടൻ അടിച്ചു കൊടുത്ത്. ആ വണ്ടിയുടെ സിറ്റിയിൽ ഇപ്പോഴത്തെ 450 കോടിയാ. അല്ല ആ വണ്ടി ഷോട്ട് വണ്ടിയായിരുന്നു. കുഴപ്പമില്ല, എനിക്ക് വലിയ നഷ്ടം ഉണ്ടായില്ല. ദൈവ വണ്ടിയായിരുന്നു സിറ്റിയിലെ ദൈവ വണ്ടി. അത് തീട്ടമായി ഇപ്പൊ. അത് നന്നായി. എന്നാലും വിറ്റത് നന്നായില്ലേ? അത് വണ്ടിയുടെ കുഴപ്പമില്ല. വണ്ടി ഓടിച്ച ചന്ദ്രനല്ലേ ഓടിച്ചു നോക്കി. പക്ഷെ ഈ വണ്ടി ഇത് തീട്ടം വണ്ടി. ഇത് എപ്പോ ഓടിക്കുന്നേ? ഞാൻ ഒരു കാര്യം പറയാം, മള്ളി ഒരുപാട് പെർസെന്റ് ചവിട്ടണ്ട കാര്യമില്ല. ഈ വണ്ടി പോട്ടില്ല. സ്പീഡ് ഉണ്ടാവും പക്ഷെ കൺട്രോൾ ഇല്ല ഇതിന്. സർവീസ് മോൾ സർവീസ് 150 ക്ലോക്ക്ഡാ. നമ്മള് ഒരു വണ്ടിയുടെ എഞ്ചിൻ ഓയില് ഇതൊന്നും മാറ്റിയില്ലെങ്കിൽ എന്ത് പറ്റും വാസവനെ? വണ്ടിക്ക് ഓടൂല. അതാണ് ഈ വണ്ടിയുടെ പ്രശ്നം. അതിന് പക്ഷെ സർവീസ് തരണവന്മാരുണ്ടല്ലോ വണ്ടി എഴുതി കാണിച്ചേട്ടാ. വണ്ടി വണ്ടി ഓടിച്ചിട്ട് വണ്ടി വണ്ടി വിട്ടിട്ട് എത്തനോട് കൂടിയ പെട്രോൾ വിൽക്കുന്നുണ്ട് ഇതിനകത്ത്. ഞാൻ കമ്പനി ഇറക്കട്ടെ. വണ്ടി വിലക്ക് നല്ല വിലക്ക് കിട്ടിയ വിറ്റിയാ കേട്ടാ. അപ്പൊ ശരിയാക്കി തരണേ. ഇത് എന്ത് എല്ലാരും കാടിളക്കി വരുന്ന വണ്ടി ആക്ച്വലി സിറ്റിയിൽ ഡിസർവിംഗ് ആയിട്ടുള്ളവർക്ക് മാത്രമേ ഉള്ളല്ലോ ഈ വണ്ടി. ഇതെനിക്ക് നമുക്ക് കിട്ടിയില്ലല്ലോ. എന്നിട്ടാ പാപ്പാ എനിക്കും ചന്ദ്രനും കിട്ടിയില്ലല്ലോ. എന്താ റൈറ്റ് എന്താ ഓർഡർ? ഞാൻ പറയട്ടാ, ഗോഡ്സ് ഗിഫ്റ്റ് എന്ന്. ഗോഡ്സ് ഗിഫ്റ്റാ ബാക്കില് സാഗുരിയാണ് കൊടുത്തത്. സാഗുരിയാണ് കൊടുത്തത്. സാബുഗുരുവിന് ഇതുവരെ പരിചയമില്ല. മള്ളി കുറച്ച് സ്ട്രീറ്റാ പോവാ. നമ്മൾ കണ്ട കാര്യം കാണിച്ചു കൊടുക്കണ്ടേ ചന്ദ്രു? നമ്മുടെ പിള്ളേരല്ലേ ഇത്? എന്താ ഇതെന്താ ഇന്നൊരു ആകാശത്തൊരു മൊത്തത്തിലൊരു മൂടല്ലേ? ഓക്കേ പൊട്ടിത്തെറി. മേലെ പോയി ലൈറ്റ് നോക്കി. ആരും നോക്കിയേ ലൈറ്റ്. അതെന്താ പാട്ട് അന്നതേ ഇവിടെ ഇത് ആമ കടലാമ. അതെന്തോടാ മള്ളി
അപ്പം പോലും കണ്ടില്ല. ഇത് ഗ്യാങ് ഹൗസ് ആണ് ഇത്. മള്ളി, കടലാണ് നമ്മുടെ ഗ്യാങ് ഹൗസിന്റെ അതൊരു പരിന്തിനിട്ട് പഠിപ്പിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉയ്യോ. ഇത് ട്രെൻഡായി ഇത് ട്രെൻഡായി ഇതെന്താ ഇത്? പിടിക്കാം എന്റെ അമ്മു, ഇതിന് വെടിയുള്ളൂ ഇതിന്. ഗ്യാങ് ഹൗസിലോട്ട് അടിച്ച സസ്പെൻഷൻ ആയില്ലേ? ഏതാ ചന്ദ്രൻ ഓൾറെഡി വെടി വെച്ചു, സസ്പെൻഷൻ ഓൾറെഡി ഇട്ടു. ഇത് മള്ളി, എന്ത് ഇതുപോലെ സാ- ഒരു പരിന്തിനെ സെറ്റ് ആവും മള്ളി നമുക്ക്. എടാ അത് വേണോടാ, എല്ലാമാരും അല്ലാതെ ഒരു പരിന്തിനെ സെറ്റ് ചെയ്യണോടാ എനിക്ക്. നമ്മുടെ സത്യം. ഇത് എന്ത് ഇത് എന്ത് ജീവി? ഇത് മീനല്ല ഇത്. ഇതില്ല, ഇത് ക്രോസ് ആണ്. ഇത് ക്രോസ് ആണ്. അപ്പൊ ഒരു പരിന്തിനെ സെറ്റ് ചെയ്താ പാപ്പാ. സത്യം. നമുക്ക് ജഡായി ആയാലോ, ജഡായി. എന്തായാലും മതി, പരുന്തല്ല മതി. നമ്മുടെ പരുന്ത് പോലൊരു സാധനം ഇത് കണ്ട. ഇതിപ്പോ അവരോട് ചോദിച്ചാൽ മീൻ എന്ന് പറയും. അപ്പൊ പരുന്ത് പോലൊരു സാധനം നമ്മുടെ വീടിന്റെ മണ്ടേ കിടന്ന് പറക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സ്പീഡില്. അതെ, കുറച്ച് ചെലവുണ്ട് കേട്ടോ വാസുവിനെ. അപ്പൊ എത്ര വേണേലും മുടക്കാം. നേരെ ഉണ്ടല്ലോ പാപ്പാ. ഇത് ഞാനല്ല പണി ഏതായാലും പൈസ കൊടുക്കണ്ടേ. ഉറപ്പായിട്ട് വെളിയിൽ മുടക്കണോ അകത്ത് മുടക്കണോ? വെളിയിൽ മുടക്കാം. റെഡിയാണ്. എത്ര എന്ന് പറഞ്ഞാൽ അപ്പൊ ഇന്ന് തരും അഡ്വാൻസ്. ഒരിക്കൽ മുടക്കിയ എത്ര നാള് പറക്കും അത് പറഞ്ഞേ. പക്ഷെ അവന്റെ ഷെഡ്യൂള് ചോദിക്കണം, അവൻ എപ്പോഴാ ഫ്രീ? ഓ ചോദിച്ചിട്ട് പറ അപ്പ. അവൻ ഒരു മാസം വരെ ഫുള്ള് ബിസിയാന്നാ കേട്ടോ. അപ്പ പരുന്ത് പറ ഒരു അപ്പ കഴിഞ്ഞ വർഷം പ്ലാൻ ചെയ്ത വണ്ടി പോലും വന്നിട്ടില്ല. ഇനി നാളെ തൊട്ട് ഇവന്മാര് ചാറ്റിൽ ചോദിക്കും പരുന്തെന്ന് വരും എന്ന് പറഞ്ഞ അപ്ഡേറ്റ്, പരുന്ത് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിരിക്കും. ഞാൻ തരാം, വെച്ച് തരാൻ പറ്റുമോ? പറക്കണ പരുന്തിനെയോ? ഞാൻ തരാം, വെച്ച് തന്നാ മതി. എന്ത് പറയുന്നത്? ഇത് അങ്ങനത്തെ സാധനമല്ല. എന്ത് സാധനമാണെങ്കിലും നമ്മൾ റെഡിയാക്കി തരും. വെക്കാൻ പറ്റുമോ? പിന്നെന്താ വെക്കാലോ, പിന്നെന്താ. ഓ മള്ളി, അപ്പൊ ചെലവ് കുറച്ച് വരും. ഞാൻ പറയാതെ കമ്മീസ് എനിക്കിരിക്കട്ടെ. വാസുവിനെ കണക്ക് പറയും കേട്ടോ. എന്താ ചന്ദ്ര പിടിക്കാം ഇറച്ചി എടുത്തേട്ടാ മതി. അത് അങ്ങനെ ഒരുത്തൻ അപ്പൊ ഇത് ചെയ്യാൻ പോകുന്നത് വാസുവിന്റെ ഡീൽ എടുത്തിട്ട് അത് നീ എനിക്ക് മറിച്ച് വെക്കും. അപ്പ ഞാൻ ഒരു കാര്യം പറയട്ടെ, നാളെ തന്നെ ഒരു റൂൾ ഇടണം, ഗ്യാങ് ഹൗസ് കയറി അടിക്കാന്ന്. അപ്പൊ ഇവന്മാര് ഈ പരുന്തിനെയും ഇതിനെയും എല്ലാം എടുത്തങ്ങ് മാറ്റിക്കട്ടെ. ഇതൊക്കെ ലോഡിംഗ് അല്ലേ? ഇതൊക്കെ ലോസ്പെക്ക് പ്ലേയേഴ്സിന് ഇതിനകത്തൂടെ എന്തോ ഒരു ഉണക്കമീൻ പോലെ ഒരു സാധനം ഇടണ പോലെ കാണുള്ളൂ. ഉറപ്പാണ് അവരെല്ലാം ഇതെല്ലാം എടുത്ത് മാറ്റും അപ്പോഴേ. അപ്പൊ അങ്ങനെ ഒരു റൂൾ കൊണ്ടുവന്നാൽ നമുക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരിക്കും. ഇതൊന്നും കാണണ്ട. അതെ, ഈ പറയുന്ന പോലെ അപ്പം കൊണ്ടുവരികയും ചെയ്യും, മുലലി പിടുകയും ചെയ്യും. ഇപ്പോഴൊന്നും പറയാൻ പറ്റില്ല. നാളെ വീഡിയോ വരും, ലോസ്പെക്ക് പ്ലേയേഴ്സിനെ പൂച്ചിച്ച് എന്നൊക്കെ പറഞ്ഞ നാളെ വരും കേട്ടോ. നിനക്ക് 59 അഹങ്കാരം അല്ലടാ പുണ്ടച്ചി. മാസം കമ്പ്യൂട്ടർ എടുക്കാൻ പറ്റുമായിരിക്കും, ഞങ്ങൾക്ക് അങ്ങനെയല്ല. അതല്ലേ അതെന്തിനു വർത്താനം ബാബു? എനിക്ക് ഫ്രീ ആയിട്ട് തന്നല്ലേ. ഞാനത് ഉദ്ദേശിച്ചില്ല, പറഞ്ഞതേ ഉള്ളൂ. അവര് പറയുന്നത് നല്ല കുശിമുണ്ടല്ലോ നിനക്ക്. നീ ഇതാണോ എന്നെ കാണിക്കൊണ്ടത്? ഏതോ ഗ്യാങ്ങുകാർ കഷ്ടപ്പെട്ട് ഇതാക്കിയതാണോ നീ? ഇതാണ് ഞാൻ പണ്ട് 2026 പറയാൻ പോകുന്ന കാര്യമായിരുന്നു. ഇത് കഴിഞ്ഞു. പിടിച്ചോ, മീനെ പിടിച്ചോ. സംസാരിക്കൊണ്ട് വന്നോണ്ടേ, നിങ്ങൾ മുന്നൂര് വന്നോണ്ടേ. ഇവിടെ സംസാരിക്കാം. അവിടുത്തെ അങ്ങോട്ട് കുറച്ചുകൂടെ വെളിച്ചം വ്യത്യാസമുണ്ട്. അവിടെ കൂടി നമുക്ക് വണ്ടിയിലും പോവാം. ആളെ വന്നേ അമ്മാര്. അടിയൊന്നും എടുക്കല്ലേടാ. എന്റെ അടുത്തുള്ള ചിലപ്പോ ഞാൻ എടുക്കും. കാര്യം ചോദിക്കട്ടെ, മുരളിക്ക് ഇന്നലെ നടന്നൊന്നും ഓർമ്മയില്ലേ? അപ്പൊ ഇന്നലെ നടന്ന ഓർമ്മയുണ്ട്. ഇന്നലെ ഒരു മിനിറ്റ് വീട്ടിൽ കരോളുകാർ വന്നു തോന്നുന്നു. ഒരു സെക്കൻഡ്. ക്രിസ്മസ് ആയോ? ഞാൻ അങ്ങോട്ട് വരാം. ഇല്ല, അത് കുറച്ച് 5 minutes കൂടെ വെയിറ്റ് ചെയ്താൽ ദേവൂട്ടൻ ചെണ്ട ഓട്ടണമല്ലോ ആണ്. ഇതെന്തൊരു ശബ്ദം നിങ്ങക്ക് കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ ആക്കോട്ടെ മള്ളി. അതെ ഞാൻ ഇപ്പൊ പറയാൻ പോണ മള്ളി ശ്രദ്ധിച്ച് കേൾക്കണം. ശ്രദ്ധിച്ച് കേൾക്കാം. മള്ളി, ചന്ദ്രൻ മുള്ളിലേക്ക് വേണ്ടി ഒരു ബമ്പ് തുടങ്ങി തന്നു. ബമ്പ് തുടങ്ങി തന്നല്ലേ, നമ്മൾ കടം മേടിച്ചിട്ട് ഞാൻ തന്നെ മേടിച്ചത്. അത് അങ്ങനെയാണെങ്കിലും അവനായിട്ട് ഒരു ബിസിനസ് മുള്ളിലേക്ക് വേണ്ടി തുടങ്ങി തരുമ്പോ മലയാളി റൈറ്റ് ഹാൻഡായിട്ട് നിൽക്കുന്ന ഞാൻ എന്തെങ്കിലും മുള്ളിലേക്ക് വേണ്ടി തുടങ്ങി തരണ്ടേ? ഉറപ്പായിട്ടും ഞാനത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നിന്റെ സൈഡിൽ നിന്ന്. അതെ മലയാളി, നമ്മള് ഒരു പുതിയ ബിസിനസ് ചെയ്യുവാണ്. ഇത് കരയിലുമല്ല ചെയ്യുന്നത്, ആകാശത്തുമല്ല നമ്മൾ ചെയ്യുന്നത്. വെള്ളത്തില് മീൻ പിടിക്കാൻ പോണ പരിപാടി. ഫിഷിംഗ്. പക്ഷേ വെറൈറ്റി ആണ് മള്ളി. ഇത് നമ്മൾ ഒരിടം പോണ്ട.
നമ്മുടെ കടലിൽ ഗ്യാങ് പോയാ ഹൗസിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. കടലിൽ വെള്ളം അത് ചൂണ്ടിട്ടാലോ? മുള്ളി അങ്ങനെ അല്ല എന്നാ, ഇത് വേറെ ആർക്കും കിട്ടാത്ത ഒരു പിസ്സാണിത്. പിസ്സ? വേറെ ആർക്കും കിട്ടാത്ത പിസ്സ. പിസ് പിസ് ഫിഷ് ഫിഷ് ഫിഷ്. ഫിഷ്. മീൻ. ജറാബ് എന്ത്? ജിറാഫാ? ജറാബ് ദ്രാവ് ദ്രാവ് ജറാബ് അല്ല, ജറാബ്. അതെ. അപ്പോ നമ്മള് ദ്രാബ് കൃഷി ചെയ്യാൻ പോവാണ്. മനസ്സിലായോ എന്ത് കൃഷി? അല്ലെ മള്ളിക്ക് അത് മനസ്സിലാവുന്നില്ല. ഇപ്പഴാ മനസ്സിലായത്. പറഞ്ഞോ. ജാർക്ക് കൃഷി. അപ്പൊ പോർക്കില്ല. ഞാൻ ഇതിന് ഉത്തരം പറയുമായിരുന്നു, പക്ഷെ ഞാൻ ഇന്ന് നിന്റെ ടീമിലാണ്. ഗ്യാങ് ഹൗസിലോട്ട് പോകും. ഗ്യാങ് ഹൗസിലോട്ട്. അപ്പൊ മള്ളി ശരിക്കും പറഞ്ഞ കുറച്ചധികം കഥ പറയാനുണ്ട്, പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. പറഞ്ഞോ. ഇല്ല മള്ളിക്ക് ശരിക്കും ഓർമ്മയില്ല. എന്ത് ഇന്നലത്തെ കാര്യം? അല്ല ഒന്നുമില്ല. പോടി ഗ്യാങ് ഹൗസ്. ഇന്നലെ എന്തൊക്കെ സംഭവിച്ചു? ഇന്നലെ ജുഗ്രുവിന്റെ കല്യാണമായിരുന്നില്ലേ? ഇന്നലെ അത് കഴിഞ്ഞിട്ട് നമ്മള് വാസണ്ണൻ 5000 കൊടുക്കാതെ കൊണ്ട് സിറ്റിന്ന് ഇറങ്ങിപ്പോയി. ഓ അങ്ങനെ. ഓക്കെ. അല്ല അപ്പൊ മള്ളി അത് കഴിഞ്ഞിട്ടുള്ളൊരു ഗ്യാങ് ഹൗസിൽ പോയി പറയാം. മള്ളി അപ്പൊ പരിപാടി സിമ്പിളാണ്. ഇന്ന് നമ്മുടെ ശ്രാവ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഫുഡ് മലയാളിയെ കൊണ്ട് ഞാൻ ഇടിക്കാൻ പോവാണ്. ചന്ദ്രനത്തിലെ താഴെ വേണ്ട. അതെ അങ്ങനല്ല, ഇത് കുഞ്ഞല്ലേ മള്ളി. ഇതിന് ചെറുതായിട്ടുണ്ട്, ചെറിയ വായല്ലേ ഇതിന്. അപ്പൊ അതിന് ചെറുതായിട്ടുള്ള എന്തെങ്കിലും ഇട്ട് കൊടുത്ത് നമുക്ക് മള്ളി ഇതിന് നമ്മൾ ഫുഡ് കൊടുത്ത് വലുതാക്കണം. ചെറിയ സാധനങ്ങളുണ്ട്. മള്ളി അപ്പൊ നമ്മള് ഇതിന് ഫീഡ് കൊടുത്ത് നമ്മൾ ഇതിനെ വലുതാക്കണം. വലുതാക്കി കഴിഞ്ഞാ ബ്ലാക്ക് മാർക്കറ്റില് ഷാർക്കിന്റെ വില എത്ര ഉണ്ടാ പാപ്പാ? ഭയങ്കര വിലയാണ്. എനിക്കത് 10-20 കോടിയോളം വരുമെന്ന് തോന്നുന്നു ഷാർക്കിന്. ഒരു ഷാർക്കിന്. അപ്പൊ ഒരു ഷാർക്ക് വളർന്നാൽ 5 വർഷം എടുക്കുമായിരിക്കും അല്ലേ? ഈ സർവർ ചെയ്ത് പെർമനന്റ് കിട്ടും. അപ്പൊ അവരെ കയറി വിളിച്ചു അല്ല കൊടുക്കുന്ന തീറ്റ അനുസരിച്ചാ. നല്ല തീറ്റ കൊടുത്താൽ പെട്ടെന്ന് വളരും. ആ ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ. അപ്പൊ ഇറച്ചി കൊടുക്കണല്ലേ ഷാർക്കിന്? പറഞ്ഞുതരാം. നമ്മുടെ പിള്ളേരൊക്കെ വിളിച്ചു. ആദ്യമായിട്ട് ലോഗോ എടുത്തിട്ട് വന്നിട്ട്